വണ്ടിയുടെ അകത്ത് ഇൻറ്റീരിയറിൽ ഫ്ലോറിൽ മാറ്റ് ഇടുമല്ലോ നമ്മൾ ഈ ഇതുപോലത്തെ വിനൈൽ മാറ്റ് കണ്ട പ്ലാസ്റ്റിക് ടൈപ്പ് മാറ്റാണ് ഇത്. ഓരോ സീറ്റ് ബെൽറ്റ് ഏരിയ വരുന്ന ഭാഗത്തൊക്കെ നല്ല കൃത്യമായിട്ട് ഒട്ടിച്ച് കണ്ട കറക്റ്റായിട്ട് വെക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ഇറങ്ങണ വെള്ളം നമുക്ക് പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാൻ പറ്റും. അടിയിലേക്ക് അങ്ങനെ പോകില്ല. പക്ഷേ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇറങ്ങണ വെള്ളം ഈ സൈഡിൽ ഈ പില്ലറിൻ്റെ സൈഡിൽ കൂടെ അഥവാ ഡോറിൻ്റെ സൈഡിൽ ഇതിലെ ചെറുതായിട്ടൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വെള്ളം മാറ്റിൻ്റെ അടിയിൽ പ്ലാറ്റ്ഫോമിൽ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഞാൻ അടി കാണിച്ചു തരാം. ഇതാ വണ്ടിയുടെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇതാ ഇതുപോലെ ഇരിക്കുക അവസ്ഥ. നോക്കിയേ, മൊത്തം ഇതാ പ്ലാറ്റ്ഫോമിലെ മാറ്റ് അടിയിൽ വരുന്ന ആ സ്പോഞ്ച് പോലത്തെ സാധനം കണ്ട, അതാണിത്. ഓക്കെ, ആ സ്പോഞ്ച് പോലത്തെ സാധനമാണ്. ഇതാ ഫുള്ള് ദ്രവിച്ച് ഇതായിട്ടുണ്ടോ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗം. നോക്കി അകത്തുനിന്ന് മുട്ടുമ്പോൾ ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഇത് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ, കണ്ടോ ഇളകുന്നുണ്ടോ, കണ്ടോ, ഇതാണ് അവസ്ഥ. ഇതാ വണ്ടിയുടെ പ്ലാറ്റ്ഫോം മൊത്തം പോയി. ഈ കാല് വെക്കുന്ന ഭാഗമാണ്, റിയറിലെ കാല് വെക്കുന്ന ഭാഗത്ത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് സൈഡിലും ഉണ്ട്. കണ്ട ആ ഭാഗത്ത് കണ്ട, അതുപോലെ അപ്പുറത്ത് അങ്ങേ തലക്കും ഉണ്ട്. അത് അങ്ങേ അറ്റത്തും നോക്കിയേ തൂങ്ങണണ്ട, ഫുള്ള് പ്ലാറ്റ്ഫോം മൊത്തം പോയി. ഇനി ഇത് മൊത്തം പീസ് മൊത്തം ഇതാക്കിയിട്ട് ചെയ്യേണ്ടി, വെൽഡ് ചെയ്ത് സെറ്റാക്കി എടുക്കേണ്ടി വരും. കണ്ട പീസ് വെച്ച് വെൽഡ് ചെയ്യേണ്ടി വരും മിക്കവാറും. അതുകൊണ്ട് ഇതുപോലത്തെ ഫ്ലോർ മാറ്റ് ഇടുന്നവർ സൂക്ഷിക്കുക, വിനൈൽ മാറ്റ് ഇടുന്നവർ സൂക്ഷിക്കുക. ഫുള്ളായിട്ട് കറക്റ്റ് സീലായിട്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഏരിയ ഒക്കെ മൊത്തം ഓക്കെ ആയിരിക്കും. അതുപോലെ ഡ്രൈവർ സൈഡിലും ഇപ്പോൾ കുഴപ്പമില്ല. അടിയിലേക്ക് അങ്ങനെ വലിയ ഇത് വന്നിട്ടില്ല, അടിയിലേക്ക് അധികം ഇതായിട്ടില്ല. കണ്ട വലിയ കുഴപ്പം വന്ന് കാണുന്നില്ല. ഫ്ലോർ മാറ്റിൽ ഇതുപോലെ വിനൈൽ മാറ്റൊക്കെ ഇടുന്നവർ സൂക്ഷിക്കുക. കമ്പനി മാറ്റ് തന്നെ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഇത് ഇടുന്നുണ്ട്. കമ്പനി മാറ്റ് ഒരു ക്ലോത്ത് ടൈപ്പ് മാറ്റ് വരും. അതൊരു വെള്ളമൊക്കെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് പുറമെ ചൂട് കൊണ്ട് ഉണങ്ങിപ്പോവും. വണ്ടി എവിടെയെങ്കിലും പുറത്ത് വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വണ്ടിയുടെ അകത്ത് ഇതാകുമ്പോൾ ഉണങ്ങിപ്പോയി. ഈ പ്ലാസ്റ്റിക് പോലത്തെ മാറ്റിട്ട് ഇതിൻ്റെ അടിയിൽ വെള്ളം പോയി കഴിഞ്ഞാൽ അത് നിൽക്കില്ല, പുറത്തേക്ക് പോകില്ല, ഉണങ്ങിപ്പോവില്ല. അത് പിന്നീട് ഇത് ദ്രവിച്ച് തുരുമ്പായിട്ട് അടിയിലേക്ക് കാല് അടിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ സീറ്റ് നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ ഈ ഒരു കുറ്റി ഉണ്ടല്ലോ, ഈ ഒരു സീറ്റിൻ്റെ ഒരു ഭാഗം, ആ ഭാഗങ്ങളൊക്കെ താഴേക്ക് പെട്ടെന്ന് താഴ്ന്നു പോകുമ്പോൾ അറിയാൻ പറ്റുക. ചില വണ്ടികൾ കേസിൽ ഇതുപോലെ സീറ്റ് പിടിപ്പിക്കുന്ന ഈ കുറ്റി വരുന്ന ഭാഗം ഉണ്ടല്ലോ, 4 ഭാഗം, അതൊക്കെ താഴെ പോകുമ്പോഴാണ് അറിയുക. അല്ലെങ്കിൽ ഇതുപോലെ സർവീസിനെ കയറ്റിയിട്ട് അടി ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയുക. ഓക്കെ.